ഹലോ ഗൈസ്, അപ്പോൾ ഇത് 2 ദിവസം മുന്നത്തെ വീഡിയോ ആട്ടോ കൊണ്ടുവരുന്നത്. കാരണം നമുക്ക് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിത് ജസ്റ്റ് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഷോ കാണിക്കുകയാണ്. അപ്പോൾ തന്നെ എടുത്ത് കളയേണ്ട ആൾക്ക് അങ്ങനെ തൊപ്പി നോക്കിയത് ഇഷ്ടമില്ല. അപ്പോൾ അതേ ഞാനും ഏട്ടനും ഉണ്ണിയും ചേച്ചിയും അച്ഛനൊക്കെ കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരെ വടക്കഞ്ചേരിക്ക് കേട്ടോ പോകുന്നത്. അവിടെ വെയിലില്ലേ, അപ്പോൾ ഉണ്ണിക്കൊന്നും കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് നമുക്കൊരു കറക്കമൊക്കെ ആവുമല്ലോ. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ ഒരു 8:30 ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാട്ടോ പോയതില്ലെങ്കിൽ അവിടെ പോയി കുറച്ച് നേരം നടക്കുമ്പോഴേക്കും ആൾക്ക് അറിയാൻ തുടങ്ങും, വാശിയോ. പിന്നെ നമുക്ക് എവിടെയും നിൽക്കാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെ നമ്മളുടെ ഈ പന്തലൊക്കെ കണ്ട് നടക്കുകയാണ്. നമ്മുടെ കുഞ്ഞിച്ചക്കേൻ്റെ ഏട്ടൻ്റെ അടുത്ത് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ആളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഒതുങ്ങിയിരുന്നോളൂ കേട്ടോ. പ്രത്യേകിച്ച് വലിയ വാശിയൊന്നുമില്ല. അങ്ങനെ നേരെ അമ്പലത്തിലേക്കാട്ടോ പോയത്. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും മേളവും മേളക്കാരും അതുപോലെ ആനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഉണ്ണിക്ക് ആനേനെയൊക്കെ കാണിച്ചു കൊടുത്ത് നിർത്താമെന്ന്. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ആനയൊക്കെ. പിന്നെ കുറച്ച് നേരം കുട്ടി നല്ല കുട്ടിയെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നോളും. അപ്പോൾ അതേ ആനയും അതുപോലെ മേളമൊക്കെ കേട്ട് കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം അത് കണ്ട് നിന്നപ്പോഴേക്കും നോക്കും ചെക്കന് ബോറടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങാമെന്ന്. പിന്നെ വെടിക്കെട്ടിനുള്ള സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വെടിക്കെട്ട് കാണാനാണ്ട് പോണത്. ഞങ്ങൾ പോയി പകുതി എത്തുമ്പോഴേക്കും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കണ്ടു. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ വരുന്ന വഴിക്ക് ഇതേ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് പിന്നെ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത വെടിക്കെട്ടിന് നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതെങ്ങനെയുണ്ട് നോക്കാം നമുക്ക്.